കർണാടകയിലെ ഹംപിയിൽ ഇസ്രായേലി വനിതയെയും ഹോം സ്റ്റേ നടത്തിപ്പുകാരെയും കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ മൂന്നാമത്തെ പ്രതിയും പിടിയിലായി. ഗംഗാവതി സ്വദേശി ശരവണ ബസവയെ തമിഴ്നാട്ടിൽ നിന്നാണ് പിടികൂടിയത്. ഇതോടെ കേസിലെ എല്ലാ പ്രതികളും പിടിയിലായിട്ടുണ്ട്. ഗംഗാവതിയിലെ മരപ്പണിക്കാരനാണ് ഒടുവിൽ പിടിയിലായ ശരവണ ബസവ. ആക്രമണശേഷം പ്രതി തമിഴ്നാട്ടിലേക്ക് കടക്കുകയായിരുന്നു. ചെന്നൈയിൽ വെച്ചാണ് ഇയാളെ പിടികൂടിയത്. കൂട്ടാളികളായ സായ് മല്ലു, ചേതൻ സായ് എന്നിവരെ കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് പിടികൂടിയിരുന്നു. വ്യാഴാഴ്ച അർദ്ധരാത്രിയാണ് ഹംപിയിലെ പ്രശസ്തമായ സോനാർ തടാകത്തിന് സമീപം വിദേശികളടക്കമുള്ള സഞ്ചാരികൾ ആക്രമിക്കപ്പെട്ടത്. രാത്രി വാന നിരീക്ഷണം നടത്താനെത്തിയ സഞ്ചാരികളെ മൂവർ സംഘമാണ് ആക്രമിച്ചത്. പുരുഷന്മാരെ സമീപത്തെ കനാലിലേക്ക് മർദ്ദിച്ച് തള്ളിയിട്ട ശേഷം സ്ത്രീകളെ ആക്രമിക്കുകയായിരുന്നു. കനാലിലേക്ക് വീണ ഒഡീഷ സ്വദേശി മുങ്ങി മരിച്ചു. ഒപ്പം വീണ അമേരിക്കൻ പൗരനും മഹാരാഷ്ട്രക്കാരനും നീന്തി രക്ഷപ്പെട്ടു. കല്ലുകൊണ്ട് ഇടിച്ചു വീഴ്ത്തിയാണ് ഇസ്രായേലി യുവതിയെയും ഒപ്പമുണ്ടായിരുന്ന ഹോം സ്റ്റേ ഉടമയെയും കൂട്ടബലാത്സംഗം ചെയ്തത്. ഇവരുടെ മൊബൈൽ ഫോണുകളും 10,000 രൂപയും പ്രതികൾ കവർന്നിട്ടുണ്ട്. രാജ്യാന്തര തലത്തിൽ രാജ്യത്തിന് നാണക്കേടുണ്ടാക്കിയ സംഭവത്തിന് പിന്നാലെ ഹംപിയിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ രാത്രികാല പെട്രോളിംഗ് പോലീസ് ശക്തമാക്കിയിട്ടുണ്ട്. 24 മുംബൈ.